മറ്റൊരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വാമനപുരത്ത് ഒരു വയസ്സുകാരെ കൊലപ്പെടുത്തിയത് താനെന്ന് അമ്മയുടെ മൊഴി. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നെന്ന് അമ്മ അശ്വതി കുറ്റം സമ്മതിച്ചു. യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആഷിഖ് റഹ്മാൻ ചേരുന്നു വിവരങ്ങൾ നൽകാൻ. ആഷിഖ്, ആദ്യം ജീവനില്ലാത്ത കുഞ്ഞിനെ മുത്തശ്ശിയാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. നമുക്ക് തുടക്കത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരം. ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ അമ്മ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്താണ് അമ്മയുടെ മൊഴി? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അരുണ്യ, പ്രാഥമികമായി തന്നെ അമ്മയാണ് ഈ കുറ്റക്കാരി എന്നുള്ള കാര്യം പോലീസിനെ വെളിപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി ഇത്തരത്തിൽ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് അമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഇത്തരത്തിൽ മുത്തശ്ശി എത്തുകയും ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ ആശുപത്രിയിൽ എത്തിയ സമയത്ത് കുട്ടി മരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചത്. തുടർന്ന് ഇത്തരത്തിൽ പോലീസ് വെഞ്ഞാറമൂട് പോലീസ് എത്തിയ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. തുടർന്ന് ഈ റൂമിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഈ ചില സൂചനകൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ അമ്മയെ കസ്റ്റഡിയിലെടുത്തു, വൈകിട്ടോടുകൂടി കൊണ്ടുപോയി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അമ്മ ഇത്തരത്തിൽ ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യൽ നടന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് അമ്മ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. ഈ ചില മാനസിക പ്രശ്നങ്ങളടക്കം ഈ അമ്മക്കുണ്ട് എന്നുള്ളതാണ് പോലീസ് സൂചന നൽകുന്നത്. കൃത്യമായി എന്താണ് കാരണമെന്നുള്ള കാര്യമൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അമ്മ കുറ്റം സംബന്ധിച്ചായിട്ട് പോലീസ് പറയുന്നുണ്ട്. തുടർന്നാണ് അമ്മയെ കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യലിലാണ് അമ്മ ഇത്തരത്തിൽ കുറ്റം ചെയ്തതായിട്ട് പോലീസിനോട് അറിയിക്കുന്നത്. വാമനപുരം കണിച്ചോടാണ് ഈ സംഭവം നടക്കുന്നത്. കണിച്ചോട് സ്വദേശികളായുള്ള സുഭാഷ് അശ്വതി ദമ്പതികളുടെ മകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ അശ്വതിയുടെ വീട്ടിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അല്പ ദിവസം മുമ്പാണ് അശ്വതി ഇത്തരത്തിൽ ചെറിയ ബർത്ത്ഡേ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്വന്തം വീട്ടിലേക്ക് വന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എന്തായാലും ഈ സംഭവം പോയിട്ടുള്ളത്. എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ നയിച്ചതെന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പോലീസും അതാണ് സൂചിപ്പിക്കുന്നത്. കൊലപാതകം എന്നൊരു സൂചന പോലീസ് നൽകുന്നു. പക്ഷേ എന്താണ് കാരണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പോലീസിന്റെ തുടർ ചോദ്യം ചെയ്യലായിരിക്കും മനസ്സിലാവുക. അരുണ്യ, തീർച്ചയായും എന്തായാലും അടിമുടി ദുരൂഹതയാണ്. കൂടുതൽ ചോദ്യം ചെയ്യലോട് മാത്രമേ കൊലപാതക കാരണമെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയുള്ളൂ. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.